തെലുങ്ക് സിനിമയുടെ യൂത്ത് ഐക്കൺ അല്ലു അർജുന് സിനിമാ രംഗത്ത് വൻ നേട്ടം കൈവരിക്കുന്നതിനൊപ്പം ബിസിനസ് മേഖലയിൽ വൻ കുതിപ്പുചാട്ടമാണ് നടത്തുന്നത്. അല്ലു അർജുന്റെ പുതിയ സംരംഭമായ അല്ലു സിനിമാസ് എന്ന തിയേറ്റർ കോംപ്ലക്സ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡോൾബി സിനിമാ സ്ക്രീൻ ഉൾപ്പെടെയുള്ള തിയേറ്റർ കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്. സിനിമയേക്കാൾ ഉപരിയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തിയേറ്ററിലെ ചുവരിലെ നായികമാരുടെ പേരുകൾ ചേർത്ത ബോർഡാണ്. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളുടെ പേരാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ചിരഞ്ജീവിയുടെയും ഹൃതിക് റോഷന്റെയും പേരുകൾ എഴുതി ചേർത്ത ബോർഡിൽ കൂടുതലും മലയാളി താരങ്ങളാണെന്ന സ്ഥാനം പിടിച്ചിരിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടി ഉൾപ്പെടെ 10 പേരാണ് ലിസ്റ്റിലുള്ളത്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, ജോജു ജോർജ്, നസ്ലിൻ, ബേസിൽ ജോസഫ്, ടൊവിനോ എന്നിവരാണ് പട്ടികയിലുള്ളത്. മലയാളികളെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ഈ വാർത്ത. എന്നാൽ ഇതിലൊരു നായിക പോലും ഇല്ലെന്നാണ് കൗതുകം. നായികമാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ ബോർഡ് വേറെ ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തമല്ല. ഇതിൽ ചെറിയ പരിഭവം സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്നുണ്ട്. തിയേറ്ററിലെ ചുവരുകളിൽ പതിപ്പിച്ച സംവിധായകരുടെ ചിത്രവും ശ്രദ്ധ നേടിയിരുന്നു. ലോക പ്രശസ്തരായ ഹോളിവുഡ് സംവിധായകർക്കൊപ്പം ഇന്ത്യൻ സിനിമയിലെ സംവിധായകരും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സംവിധായകരുടെ പ്രതിനിധിയായി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണിരത്നം, രാജ്കുമാർ ഹിറാനി, വെട്രിമാരൻ, പ്രശാന്ത് നീൽ, ഋഷഭ് ഷെട്ടി തുടങ്ങിയവരുടെ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലു സിനിമാസിന്റെ ക്രിയേറ്റീവ് സിനിമകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണെന്ന് ആരാധകർ പറയുന്നു. ഇതിനോടൊപ്പം വിമർശനവും ഉയരുന്നുണ്ട്. ശങ്കറിനെ ഒഴിവാക്കി അല്ലിയെ ഉൾപ്പെടുത്തിയതും കന്നഡയുടെ ഉപേന്ദ്രയെ ഒഴിവാക്കി ഋഷഭ് ഷെട്ടി ഉൾപ്പെടുത്തിയതുമാണ് ആരാധകരെ ചൊടിപ്പിച്ചത്. ഗീത ആർട്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസിന് പിന്നാലെയാണ് അല്ലു സിനിമാസ് എത്തുന്നത്. അല്ലു എന്ന ബ്രാൻഡിനെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം സംരംഭങ്ങളെന്ന് ഉദ്ഘാടന വേളയിൽ അല്ലു അർജുൻ വ്യക്തമാക്കിയിരുന്നു.